അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ 12ാം പാഠം അൻ-നസീഹത്തു. ഇതാണ് പാഠത്തിന്റെ പേര്. ഈ പാഠത്തിലൂടെ അംറ് ഗായിബിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അംറ് ഗായിബ് എന്താണ് എന്നും അംറ് ഗായിബിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ആദ്യമായി പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. കൂടുതൽ കാര്യങ്ങളും കൂടുതൽ ഉദാഹരണങ്ങളും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അന്നസീഹത്തു ഹിയ ഇറാദത്തുൽ ഖൈരി ലിൽ ഗൈരി. മറ്റുള്ളവർക്ക് നന്മ ഉപദേശിക്കലാണ് ഗുണകാംക്ഷ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദീനു അന്നസീഹ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാം മതം എന്നാൽ ഗുണകാംക്ഷയാണ്. അയ്യുൽ ഇഖ്വാനു ഫൻസഹു. സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി ഗുണം ഉപദേശിക്കുവീൻ. ലിയഅമൽ കുല്ലു വാഹിദിൻ മിൻകും മാ യർളല്ലാഹ്. നിങ്ങളിൽ ഓരോരുത്തരും അല്ലാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിൽ കർമ്മ നിരതരാവട്ടെ. അന്നിസാഉ ലിയസ്തുർന അബ്ദാനഹുന്ന. സ്ത്രീകൾ അവരുടെ മേനികൾ വസ്ത്രം കൊണ്ട് ആവരണം ചെയ്യട്ടെ. വലാ യഖ്റുജുന മുതബർരിജാത്തിൻ. അലങ്കാര പ്രകടനത്തോടെ അണിഞ്ഞൊരുങ്ങി അവർ പുറത്തിറങ്ങുകയുമരുത്. ലിതസ്കുനിൽ മർഅതു ഫീ ബൈതി സൗജിഹ. സ്ത്രീ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കട്ടെ. നമുക്ക് ഈ പാഠഭാഗത്തിൽ പ്രത്യേകം പരാമർശിക്കപ്പെട്ട ലിയഅമൽ, അവൻ ചെയ്യട്ടെ, ലിയസ്തുർന, അവർ മറക്കട്ടെ, ലിതസ്കുൻ, അവൾ താമസിക്കട്ടെ എന്നിവ സാന്നിധ്യത്തിലില്ലാത്തവരോട് അഥവാ ഗായിബ്, പ്രഥമ പുരുഷൻ, ഭാവിയിൽ ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് അവയ്ക്ക് അംറ് ഗായിബ് അഥവാ പ്രഥമ പുരുഷ ആജ്ഞാക്രിയ അഥവാ കൽപ്പനക്രിയ എന്ന് പറയും. ഗായിബിന്റെ 6 രൂപങ്ങളിലാണ് അംറ് ഗായിബ് വരിക. ഗായിബിന്റെ 6 രൂപങ്ങളിലാണ് അംറ് ഗായിബ് വരിക. അതുകൊണ്ട് അവയ്ക്ക് 6 പദഭേദങ്ങൾ ഉണ്ടാകും. മുളാരി ഗായിബിൽ നിന്നാണ് അംറ് ഗായിബ് ഉണ്ടാക്കപ്പെടുന്നത്. അതിനായി കസ്റുള്ള ഒരു ലാമിനെ അഥവാ ലി എന്ന ഒരു അക്ഷരത്തെ ആദ്യം ചേർക്കുകയും അന്ത്യാക്ഷരത്തിന് സുക്കൂന് കൊടുക്കുകയുമാണ് വേണ്ടത്. ദിവ്യജനത്തിലെയും പുല്ലിംഗ ബഹുവചനത്തിലെയും നൂന് ഒഴിവാക്കുകയും ചെയ്യണം. അംറ് ഗായിബിന്റെ 6 പദരൂപങ്ങൾ നമുക്ക് സർഫാക്കി നോക്കുന്ന രൂപം നോക്കാം. ലിയഫ്അൽ, ലിയഫ്അല, ലിയഫ്അലു, ലിതഫ്അൽ, ലിതഫ്അല, ലിയഫ്അൽന. ഒന്നുകൂടി സർഫാക്കാം. ലിയഫ്അൽ, ലിയഫ്അല, ലിയഫ്അലു, ലിതഫ്അൽ, ലിതഫ്അല, ലിയഫ്അൽന. ഇതിന്റെ അർത്ഥം കൂടി നമുക്ക് നോക്കാം. ലിയഫ്അൽ, അവനൊരു പുരുഷൻ പ്രവർത്തിക്കട്ടെ. ലിയഫ്അല, അവർ 2 പുരുഷന്മാർ പ്രവർത്തിക്കട്ടെ. ലിയഫ്അലു, അവർ പല പുരുഷന്മാർ പ്രവർത്തിക്കട്ടെ. ലിതഫ്അൽ, അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കട്ടെ. ലിതഫ്അല, അവർ 2 സ്ത്രീകൾ പ്രവർത്തിക്കട്ടെ. ലിയഫ്അൽന, അവർ പല സ്ത്രീകൾ പ്രവർത്തിക്കട്ടെ. ഇതിന്റെ അൽഫാലുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ലിയഫ്അൽ, അൽ മുദക്കറുൽ വാഹിദു മിനൽ അംരിൽ ഗായിബ്. ലിയഫ്അല, അൽ മുദക്കറുൽ മുസന്ന മിനൽ അംരിൽ ഗായിബ്. ലിയഫ്അലു, ജംഉൽ മുദക്കറു മിനൽ അംരിൽ ഗായിബ്. ലിതഫ്അൽ, അൽ മുഅന്നസുൽ വാഹിദു മിനൽ അംരിൽ ഗായിബ്. ലിതഫ്അല, അൽ മുഅന്നസുൽ മുസന്ന മിനൽ അംരിൽ ഗായിബ്. ലിയഫ്അൽന, ജംഉൽ മുഅന്നസു മിനൽ അംരിൽ ഗായിബ്. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ആ ഉദാഹരണങ്ങളിലെ അംറ് ഗായിബിനെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ലിയുൻഫിഖ് ദു സഅത്തിൻ മിൻ സഅതിഹി. കഴിവുള്ളവർ അവരുടെ കഴിവിൽ നിന്ന് ചെലവ് ചെയ്യട്ടെ. ഇവിടെ ലിയുൻഫിഖ് എന്നുള്ളത് അംറ് ഗായിബാണ്. ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. ഈ കഅബയുടെ നാഥനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. ഇവിടെ ലിയഅ്ബുദു എന്നുള്ളത് അംറ് ഗായിബാണ്. അതിന്റെ മുമ്പിൽ ഒരു ഫ ഒന്ന് വന്നതാണ്. ലിയഅ്ബുദു എന്നുള്ളതാണ് അംറ് ഗായിബ്. ലിയഅമൽ കുല്ലും ബിമാ അമില. ലിയഅമൽ കുല്ലും ബിമാ അമില.
അറിയാവുന്ന പോലെ എല്ലാവരും ചെയ്യട്ടെ. ഇവിടെ ലിയഅമൽ എന്നുള്ളത് അംർ ഗായിബാണ്. അൽ അബു വൽ ഉമ്മു ലിയഉമുറ ഔലാദഹുമാ ബിസ്വലാത്തി, ഉപ്പയും ഉമ്മയും തങ്ങളുടെ മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കപ്പെടട്ടെ. ഇവിടെ ലിയഉമുറ എന്നുള്ളത് അഥവാ കൽപ്പിക്കട്ടെ എന്നർത്ഥം വരുന്ന ലിയഉമുറ എന്നുള്ള പദം അംർ ഗായിബാണ്. ലിയബ്ദഅ കുല്ലു വാഹിദ് മിന്നാ കുല്ല അംറിൻ ദീബാലിൻ ബിസ്മില്ലാ, നമ്മിലെല്ലാ ഓരോരുത്തരും ശറഇൽ പരിഗണനീയമായ ഗുണ നന്മയുള്ള സർവകാര്യങ്ങളും ബിസ്മി ചൊല്ലിക്കൊണ്ട് ആരംഭിക്കട്ടെ. ഇവിടെ ലിയബ്ദഅ എന്നുള്ളത് അംർ ഗായിബാണ്. നമുക്കിതിനെ സർഫാക്കുന്ന രൂപം നമുക്ക് നോക്കാം. ചില ഉദാഹരണങ്ങൾ സർഫാക്കി നോക്കാം, പരിചയപ്പെടാം. ലിയുൻഫിഖ് ലിയുൻഫിഖ ലിയുൻഫിഖു ലിതുൻഫിഖ് ലിതുൻഫിഖ ലിയുൻഫിഖ്ന ലിയഅ്ബുദ് ലിയഅ്ബുദ ലിയഅ്ബുദു ലിതഅ്ബുദ് ലിതഅ്ബുദ ലിയഅ്ബുദ്ന ലിയഉമുർ ലിയഉമുറ ലിയഉമുറു ലിതഉമുർ ലിതഉമുറ ലിയഉമുർന ലിയബ്ദഅ ലിയബ്ദഅ ലിയബ്ദഉ ലിതബ്ദഅ ലിതബ്ദഅ ലിയബ്ദഅന. നമുക്ക് ചില പദങ്ങളുടെ അഥവാ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയ ചില പദങ്ങളുടെ അൽഫാലുകൾ കണ്ടെത്താം. ലിയംനഅ അൽ മുഅന്നസുൽ മുസന്ന മിനൽ അംറിൽ ഗായിബ്, ലിയസ്നഉ ജംഉൽ മുദക്കരി മിനൽ അംറിൽ ഗായിബ്, ലിയഗ്സിൽന ജംഉൽ മുഅന്നസി മിനൽ അംറിൽ ഗായിബ്. നമുക്ക് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. അൽ അംറുൽ ഗായിബു മാ ഹുവ, എന്താണ് അംർ ഗായിബ്? അൽ അംറുൽ ഗായിബു ലഫ്ളുൻ തദുല്ലു അലാ ത്വലബി അംറിൻ മിനൽ ഗായിബി, ഗായിബിൽ നിന്നുള്ള ഒരു കൽപ്പനയെ ആവശ്യപ്പെടുന്നതിന്റെ മേലിൽ അറിയിക്കുന്ന ലഫ്ളാണ് അംർ ഗായിബ്. യുബ്ന അംറുൽ ഗായിബി ഇമ്മ, അംർ ഗായിബിനെ എടുക്കപ്പെടും എന്തിൽ നിന്ന്? യുബ്നൽ അംറുൽ ഗായിബി മിനൽ മുളാരി അൽ ഗായിബി, മുളാരി ഗായിബിൽ നിന്നാണ് അംർ ഗായിബിനെ എടുക്കുന്നത്. കൈഫ യുബ്ന അംറുൽ ഗായിബ്, എങ്ങനെയാണ് അംർ ഗായിബിനെ എടുക്കപ്പെടുന്നത്? അദ്ഖിൽ ഫി അവ്വലിൽ മുളാരിഇൽ ഗായിബി ലാമൻ മക്സൂറത്തൻ വസക്കിൻ ആഖിറൽ ഫിഇലിൽ വാഹിദി വഹദ്ദിഫ് നൂനൽ മുസന്ന വജംഇൽ മുദക്കർ. മുളാരി ഗായിബിന്റെ ആദ്യത്തിൽ ഒരു കസറാക്കപ്പെട്ട ലാമിനെ പ്രവേശിപ്പിക്കുകയും വഹ്ദാനിന്റെ അവസാനത്തിൽ സുക്കൂൻ ചെയ്യുകയും വേണം. എന്നാൽ മുസന്നയുടെ നൂനിനെയും ജംഇന്റെ നൂനിനെയും കളയുന്നതാണ്. കം സിയഗുൻ ലി അംറിൽ ഗായിബി, അംർ ഗായിബിന് എത്ര സിയഗകളുണ്ട്? ലിൽ അംറിൽ ഗായിബി സിത്തു സിയഗിൻ, അംർ ഗായിബിന് 6 സിയഗകളാണ് അഥവാ 6 പദങ്ങളാണുള്ളത്. മൻ നസീഹത്തു, എന്താണ് നസീഹത്ത്? ഗുണകാംക്ഷ. അൻ നസീഹത്തു ഹിയ ഇറാദത്തുൽ ഖൈരി ലിൽ ഗൈരി, ഒരാൾ മറ്റൊരാൾക്ക് നന്മയെ ഉദ്ദേശിക്കലാണ് നസീഹത്ത് അഥവാ ഗുണകാംക്ഷ. മാദാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൻ നസീഹ, ഗുണകാംക്ഷയെ കുറിച്ച് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദീനു അൻ നസീഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ദീൻ എന്നാൽ ഗുണകാംക്ഷയാണ്.